അല്ല, ഞാൻ ആലോചിക്കുമായിരുന്നു, കാലം പോകുന്നൊരു പോക്ക് എന്തുപറ്റി? ഇങ്ങനെ തന്നെയാണോ? യെസ്. എനിക്കും ആദ്യം പേടിയായിരുന്നു, ഇത് ഇലക്ട്രിക് ഒക്കെ ആണെന്ന് പേര് കണ്ടപ്പോൾ ഇത് വായിക്കാത്ത വെച്ചാൽ കറണ്ട് അടിക്കും, അകത്തൊക്കെ കൊണ്ടുപോകണമല്ലോ. ഞാൻ വെച്ചത് അകത്തല്ലേ കിടന്ന് ഓടുക. എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ചോദിച്ചാൽ? നമുക്കറിയാം, പണ്ടൊക്കെ നമ്മുടെ വീട്ടിലുള്ള അമ്മമാരും സ്ത്രീകളും ഒക്കെ കറിക്കൊക്കെ അരയ്ക്കുന്നതെന്ന് പറയുന്നത് അമ്മിക്കല്ലിലായിരുന്നു. പിന്നെ അത് മാറി മിക്സി, ഗ്രൈൻഡർ തുടങ്ങിയ സാധനങ്ങൾ വന്നു. അതുപോലെ തുണിയൊക്കെ വീട്ടിലുള്ള വലിയ കല്ലിനകത്ത് ഇടിച്ചായിരുന്നു തുണി കഴുകുന്നത്. അത് മാറി പിന്നെ വാഷിംഗ് മെഷീൻ വന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും ആളുകളുടെ ജോലി ഭാരം എളുപ്പമാക്കാൻ വേണ്ടി ഒരുപാട് ടെക്നോളജിയുടെ വികാസത്തിനനുസരിച്ച് പുതിയ പുതിയ ഓരോ ഇലക്ട്രോണിക് ഡിവൈസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും രാവിലെ ചെയ്യുന്നൊരു ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ല് തേക്കുമ്പോൾ ഒരു 5 മിനിറ്റെങ്കിലും നമ്മുടെ കൈക്കൊരു ആയാസം വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ ബ്രഷ് വെച്ച് നമ്മൾ ബ്രഷ് ചെയ്യാറുണ്ട്. എന്നാൽ അതും എളുപ്പമാക്കുന്ന തരത്തിൽ ഇപ്പോൾ ഇലക്ട്രോണിക് ബ്രഷുകൾ വന്നിട്ടുണ്ട്. നമ്മളൊന്നും ചെയ്യേണ്ട, നമ്മുടെ കയ്യിലുള്ള ഇലക്ട്രോണിക് ബ്രഷ് എടുത്ത് വായിക്കാത്തത് ഏത് പല്ല് ക്ലീൻ ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി. ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ആ ബ്രഷ് ചെയ്തോളൂ. എന്ത് സുഖം, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ പറഞ്ഞു വരുന്നത് റിയൽമി ഏറ്റവും പുതുതായി പുറത്തിറക്കിയിരിക്കുന്ന റിയൽമി M1 സോണിക് ഇലക്ട്രിക് ടൂത്ത് ബ്രഷിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് റിയൽമിയുടെ M1 സോണിക് ഇലക്ട്രിക് ടൂത്ത് ബ്രഷിൻ്റെ വിശേഷങ്ങൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. കഴിഞ്ഞ ദിവസം റിയൽമിയുടെ ഓഫീസിൽ നിന്ന് തന്നെ വിളിച്ചു. ഇത്തരത്തിലൊരു ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് അവർ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്, അതിൻ്റെ വീഡിയോ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ അതിൻ്റെ പിന്നിലൊരു അർത്ഥം എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ സാധാരണ റിയൽമിയുടെ സ്മാർട്ട് ഫോണുകളുടെ വീഡിയോസാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ഒരു ടൂത്ത് ബ്രഷ് എത്രത്തോളം കാഴ്ചക്കാർക്ക് ഡൈജസ്റ്റ് ചെയ്യും എന്നുള്ള ഒരു സംശയം അവരുടെ ആ ചോദ്യത്തിൻ്റെ പിന്നിലും ഉണ്ടായിരുന്നു. ഞാൻ ചിന്തിച്ചു, ഇതൊരു ഇലക്ട്രോണിക് ടെക്നോളജി പരമായിട്ടുള്ള ഒരു പുതിയ ഗാഡ്ജറ്റാണ്. അപ്പോൾ അത് ഈ ഒരു ചാനലിലൂടെ, ടെക്നോളജി ബേസ് ആയിട്ടുള്ള ഈ ഒരു ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നതിനകത്ത് എന്താണ് തെറ്റ് എന്ന് ഞാനും ആലോചിച്ചു. അപ്പോൾ തന്നെ പറഞ്ഞു, ഒരു സംശയം വേണ്ട, ധൈര്യമായിട്ട് ഈ പ്രോഡക്റ്റ് അയക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് അവർ നമുക്ക് ഈ റിയൽമി M1 സോണിക് ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് അയച്ചു തന്നത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഇതുപോലെ ഒരു ബോക്സിനകത്താണ് വരുന്നത്. ആദ്യം ഈ ഒരു ബോക്സിനകത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അൺബോക്സിംഗ് ഉണ്ട്, അതാദ്യം കാണാം നമുക്ക്. അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഇതുപോലെ റിയൽമി M1 സോണിക് ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് എന്ന് എഴുതിയിട്ടുണ്ട്. ആ ഒരു ടൂത്ത് ബ്രഷിൻ്റെ ഒരു പിക്ചറും ഇതുപോലെ വലുതായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ രണ്ടിലും റിയൽമി എന്ന് എഴുതിയിരിക്കുന്നു. ബാക്കിലേക്ക് വരുമ്പോൾ പ്രോഡക്റ്റിൻ്റെ ഫീച്ചറുകൾ കൊടുത്തിട്ടുണ്ട്. 34,000 ടൈംസ് പെർ മിനിറ്റ് ആണ് ഇതിൻ്റെ ഒരു ഫ്രീക്വൻസി, ഇതിൻ്റെ ഒരു വൈബ്രേഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നുണ്ട്. അതുപോലെ ആൻറ്റി ബാക്ടീരിയൽ ബ്രിസിൽസ് ആണ് ഈ ഒരു ബ്രഷിനുള്ളതെന്നും 3.5 mm തിൻ മെറ്റൽ ഫ്രീ ആയിട്ടുള്ള ബ്രഷ് ഹെഡ് ആണെന്നും 90 ദിവസത്തെ ബാറ്ററി ലൈഫ് ഉണ്ടെന്നും 4 വ്യത്യസ്ത ക്ലീനിങ് മോഡലുകൾ ഉണ്ടെന്നും ക്വിക്ക് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഇതിനുണ്ട് എന്നും എഴുതിയിട്ടുണ്ട്. എനിവേ നമുക്കിത് അൺബോക്സ് ചെയ്യാം. അതിനകത്ത് വേറൊരു ബോക്സ്, അവിടെയും റിയൽമി എന്ന് എഴുതിയ ഇതുപോലൊരു പേപ്പർ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ താഴേക്ക് വരുമ്പോൾ നമ്മുടെ ഈ ഒരു ടൂത്ത് ബ്രഷ് ഇവിടെ ഇതുപോലെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. ഇവിടെ പിടിച്ച് നമുക്കിത് പുറത്തേക്ക് എടുക്കാം. തൽക്കാലം പ്രോഡക്റ്റ് അവിടെ ഇരിക്കട്ടെ, വേറെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്യുന്നത്. ഇതിനകത്ത് ഇതുപോലുള്ള 2 ബോക്സുകൾ കാണുന്നു. ഈ ഒരു ബോക്സ് കണ്ടിട്ട് ചാർജറാണെന്ന് തോന്നുന്നുണ്ട്. അതെ, ചാർജർ തന്നെയാണ്. ഈ കാണുന്ന ചാർജിങ് ഡോക്കിനകത്ത് ഇറക്കി വെച്ചുകൊണ്ട് ഈ ഒരു ഡിവൈസ് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. ചാർജറിൻ്റെ ഈ ഒരു ഭാഗം നമ്മുടെ ഫോണിൻ്റെ ഏതെങ്കിലും ചാർജറുമായി കണക്ട് ചെയ്തുകൊണ്ട് ചാർജ് ചെയ്യാം. ഇത് 2 വ്യത്യസ്ത തരം ബ്രഷ് ഹെഡുകളാണ്. ഏറ്റവും മുകളിലുള്ള ഭാഗം അത് 2 വ്യത്യസ്ത ഇനം കൊടുത്തിട്ടുണ്ട്. ഒന്ന് സെൻസിറ്റീവും ഒന്ന് റെഗുലറുമാണ്. അപ്പോൾ നമ്മളുടെ പല്ലിൻ്റെയൊക്കെ രീതി അനുസരിച്ച് വളരെ സെൻസിറ്റീവായിട്ടുള്ള പല്ലുള്ളവർക്ക് സെൻസിറ്റീവ് എന്ന് പറയുന്ന ഈ ഒരു ഹെഡ് ഉപയോഗിക്കാം. സാധാരണ ആളുകൾക്ക് റെഗുലർ മോഡിലുള്ള ഈ ഹെഡും യൂസ് ചെയ്യാം. കൂടാതെ ഇതിൻ്റെ ഒരു യൂസർ ഗൈഡും ഇതിനോടൊപ്പം വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ബോക്സിനോടൊപ്പം ഉള്ളത്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഇലക്ട്രിക് ടൂത്ത് ബ്രഷ്. അത് പുറത്തേക്ക് എടുക്കുന്നു. ഇവിടെ ഇതുപോലൊരു ക്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് ഊരി മാറ്റിയിട്ട് വേണം നമുക്ക് ഈ ഒരു ബ്രഷ് ഹെഡ് ഇതിനകത്തേക്ക് ഫിക്സ് ചെയ്യാൻ. നല്ല ഹെവി സൈസാണ്. ഇവിടെ റിയൽമി എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു പവർ ബട്ടൺ കാണാം. ഈ ഒരു ഭാഗം ആ ഒരു ചാർജിങ് ഡോക്കിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് ഈ ഒരു ഡിവൈസ് ചാർജ് ചെയ്യേണ്ടത്. നമുക്ക് ഈ ഒരു പവർ ബട്ടൺ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മോഡുകൾ നമുക്ക് കാണാം. ഇപ്പോൾ ഇവിടെ സോഫ്റ്റ് എന്നും ഇവിടെ ബാറ്ററിയുടെ ഒരു ഇൻഡിക്കേറ്ററും കാണിക്കുന്നുണ്ട്. ഒന്നുകൂടെ പ്രസ് ചെയ്യുമ്പോൾ അടുത്ത മോഡിലേക്ക് മാറുന്നതായി കാണാം. ക്ലീൻ, ഇപ്പോൾ വൈറ്റ്,
ഇപ്പോൾ പോളിഷ്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പല മോഡുകളിലേക്ക് മാറാൻ ഈ പവർ ബട്ടൺ തന്നെ പ്രസ് ചെയ്യാം. അടുത്ത പ്രസ്സിൽ ഈ ഒരു ഡിവൈസ് ഓഫാകും. അപ്പോൾ നമ്മളിത് പ്രസ് ചെയ്യുന്ന അനുസരിച്ച് ഇവിടെ ഒരു വൈബ്രേഷൻ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ബ്രഷ് ഹെഡ്. ഞാനതിപ്പോൾ ഇതിൽ നിന്ന് പുറത്തേക്ക് എടുത്തു. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ദേ ഇവിടെ വൈബ്രേറ്റ് ചെയ്യുന്നത് കാണാം നമുക്ക് ബ്രഷ്. അപ്പോൾ ഈ ഒരു വൈബ്രേഷൻ മാത്രമാണ് ഈ ഒരു ബ്രിസിൽസിനകത്ത് കാണുന്നത്, അല്ലാതെ മറ്റ് റൊട്ടേഷനോ അങ്ങനെയൊന്നുമുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പേസ്റ്റും കൂടെ എടുത്ത് വെച്ച് പല്ലിലോട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി, പല്ല് വൃത്തിയായിക്കോളും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ ഞാൻ ഈ ഒരു ബ്രഷ് വെച്ചിട്ടാണ് പല്ല് തേച്ചത്. നന്നായിട്ട് പല്ല് ക്ലീൻ ആവുന്നുണ്ട്. സാധാരണ നമ്മുടെ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് പല്ല് തേക്കുന്നതിനേക്കാളും ആയാസരഹിതമായിട്ട് നല്ല രീതിയിൽ പല്ല് ക്ലീൻ ചെയ്യാൻ ഈ ഒരു ബ്രഷ് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ബ്രഷ് പ്രധാനമായിട്ടും 2 നിറങ്ങളിലാണ് ലഭ്യമാവുക, ബ്ലൂ കളറിലും വൈറ്റ് കളറിലും. നമുക്കിന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് ലഭിച്ചിരിക്കുന്ന ഈ ഒരു ബ്രഷ് വൈറ്റ് കളറിലുള്ളതാണ്. അതുപോലെ ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു വെയിറ്റ് എന്ന് പറയുന്നത് 101.67 ഗ്രാമാണ്. ഈ ബ്രഷിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് 1 മിനിറ്റിൽ 34,200 RPM റൊട്ടേഷൻ ഇതിൻ്റെ ബ്രസൽസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഫാസ്റ്റായിട്ട്. ഒന്ന് ആലോചിച്ചു, നമ്മളൊരു ബ്രഷ് വെച്ച് പല്ല് തേക്കുമ്പോൾ നമ്മൾ എത്ര സ്പീഡിലാണ് നമ്മൾ പല്ലിനകത്ത് ആ ബ്രഷ് വരയ്ക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ സാധിക്കുന്നതിൻ്റെ അപ്പുറത്തെ വേഗതയിലാണ് ഈ ഒരു ബ്രഷ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ഫാസ്റ്റ് മൂവ്മെൻറ്റാണ് ഈ ബ്രസൽസ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ ബ്രഷ് എടുത്ത് ജസ്റ്റ് നമ്മൾ വായ്ക്കുള്ളിൽ അതാത് പല്ലുകളുടെ മുകളിൽ വെച്ച് കൊടുത്താൽ മതി. അത് കൃത്യമായിട്ട് വളരെ വേഗതയിൽ തന്നെ അത് ക്ലീൻ ആക്കുകയും ചെയ്യും. അപ്പോൾ സമയക്കുറവുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണം തന്നെയാണ് റിയൽമി M1 എന്ന് പറയുന്ന ഈ ഒരു സോണിക് ബ്രഷ്. ഇതിനകത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള മോഡുകളുണ്ട്. അതായത് പല്ല് കൂടുതൽ ക്ലീൻ ആക്കണമെങ്കിൽ ക്ലീൻ എന്ന് പറയുന്ന ഒരു മോഡുണ്ട്, അതുപോലെ കൂടുതൽ വൈറ്റ് ആക്കാനുള്ള മോഡുണ്ട്, അതുപോലെ നമ്മുടെ പല്ല് കൂടുതൽ പോളിഷ് ചെയ്യാൻ വേണ്ടി വരെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള മോഡുകൾ ഇതിനകത്തുണ്ട്. അടുത്തതായിട്ട് ഇതിൻ്റെ ഒരു ബാറ്ററി ലൈഫാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. 3 മാസമാണ് ഇതിൻ്റെ ഒരു ബാറ്ററി ലൈഫ്, അതായത് 90 ദിവസത്തെ ബാറ്ററി ലൈഫാണ് ഇത് ഒരു തവണ നമ്മൾ ഫുൾ ചാർജ് ചെയ്താൽ ലഭിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഒരു വർഷത്തിൽ ആകെ 4 പ്രാവശ്യം മാത്രം ഈ ഒരു ബ്രഷ് ചാർജ് ചെയ്താൽ മതി. ഒരു വർഷം കണ്ടിന്യൂസ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിൻ്റെ ഈ ഒരു ബ്രഷ് ഹെഡ് നമുക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കാൻ സാധിക്കും. ഈ ഒരു ഡിവൈസിനോടൊപ്പം തന്നെ 2 വ്യത്യസ്ത ടൈപ്പിലുള്ള ബ്രഷ് ഹെഡുകൾ വരുന്നുണ്ട്. സെൻസിറ്റീവായിട്ടുള്ള പല്ലുകൾക്ക് ചെറിയ ഈ ഊന് എന്ന് പറയുന്ന ഭാഗത്ത് വേദനയൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ട്. അത്തരക്കാർക്ക് സെൻസിറ്റീവായിട്ടുള്ള ബ്രഷ് ഹെഡ് ഉപയോഗിക്കാം. അതുപോലെ മറ്റ് പല്ലിന് പ്രശ്നമൊന്നും ഇല്ലാത്തവർക്ക് റെഗുലർ ബ്രഷ് ഹെഡും ഉപയോഗിക്കാം. അങ്ങനെ ഈ ബ്രഷ് ഹെഡ് 2 രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ പലർക്കും ഇതിനോട് സംബന്ധിച്ച് വരുന്നൊരു സംശയം എന്ന് പറയുന്നത്, ഈ ബ്രഷ് ഹെഡ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പല്ലിന് തേക്കുന്ന ബ്രഷിൻ്റെ ഈ ബ്രസൽസ് ചീത്തയായി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ബ്രഷ് വാങ്ങുകയാണ് ചെയ്യുന്നത്. ഇതൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്, അത് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ബ്രസൽസ് കംപ്ലൈൻ്റ് ആയാൽ, അത് ഉപയോഗശൂന്യമായാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇത്രയും വില കൂടിയ ഒരു ഡിവൈസ് വാങ്ങിയിട്ട് ഇത് കംപ്ലൈൻ്റ് ആയാൽ എന്ത് ചെയ്യും? നമുക്ക് ഈ ഒരു ബ്രഷ് ഹെഡ് മാത്രമായിട്ട് നമുക്ക് ഓൺലൈൻ വഴി വാങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രഷ് ഹെഡ് വാങ്ങി ഇതുപോലെ ഇതിനകത്ത് കണക്ട് ചെയ്തുകൊണ്ട് വീണ്ടും വീണ്ടും ഉപയോഗിക്കാം. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ബാക്കി ഭാഗം അത് കുറേ കാലം ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇതിന് 1 ഇയർ വാറൻറ്റി തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ബ്രഷ് ഹെഡ് മാത്രം നമുക്ക് മാറി മാറി പുതിയത് വാങ്ങി ഉപയോഗിക്കാൻ സാധിക്കും. അടുത്തതായിട്ട് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസാണ്. ഓർക്ക് ഇതൊരല്പം പ്രൈസ് കൂടിയ ഒരു ഡിവൈസ് തന്നെയാണെന്ന് പറഞ്ഞുകൊള്ളട്ടെ. കാരണം നമുക്കറിയാം, നമ്മൾ സാധാരണ 20 രൂപയുടെ ബ്രഷൊക്കെ മേടിച്ചിട്ടാണ് നമ്മളൊക്കെ പല്ല് തേക്കുന്നത് അല്ലേ. പക്ഷേ ഇതിന് കുറച്ച് എക്സ്പെൻസീവാണ്. കാരണം ഇത് നൽകുന്ന ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അതുപോലെ മികച്ചത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയും ഇത് ഒരല്പം പ്രൈസ് കൂടുതലാണെന്ന് പറഞ്ഞുകൊള്ളട്ടെ. 1999 രൂപയാണ് ഈ ഒരു ഡിവൈസിൻ്റെ പ്രൈസ്. എനിവേ, പ്രോഡക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനിത് ഉപയോഗിച്ച് ഇന്ന് രാവിലെ പല്ല് വെച്ചു, പല്ലൊക്കെ നല്ല ക്ലീൻ ആവുന്നുണ്ട്. എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഡെൻറ്റിസ്റ്റിൻ്റെയൊക്കെ അടുത്ത് പോയിട്ട് പല്ല് ക്ലീൻ ചെയ്യുമല്ലോ. ക്ലീൻ ചെയ്യുമ്പോൾ അവരൊരു പ്രത്യേകതരം മോട്ടറൊക്കെ ഘടിപ്പിച്ചിട്ടാണ് പല്ല് ക്ലീൻ ചെയ്യുന്നത്. ആ ഒരു ഫീലിംഗ് ആണ്. നല്ലൊരു വൈബ്രേഷൻ ഇതിനകത്ത് നിന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും ആ ഒരു വൈബ്രേഷൻ നമുക്കിത് വായ്ക്കുള്ളിലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് മെറ്റാലിക് പോർഷൻ ഒന്നും തന്നെ ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെയും നമ്മുടെ വായ്ക്കകത്ത് തട്ടി മറ്റ് മുറിവുകളോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വരുത്തുമില്ല. എനിക്കും ആദ്യം പേടിയായിരുന്നു, ഇത് ഇലക്ട്രിക്കൊക്കെ ആണെന്ന് പേര് കണ്ടപ്പോൾ ഇത് വായിക്കകത്ത് വെച്ചാൽ കറണ്ട് അടിക്കുമോ അങ്ങനെയൊക്കെ പേടി എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു കുഴപ്പമില്ല, നല്ല ക്ലീനായിട്ട് പല്ല് തേക്കാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതുപോലെ ടെക്നോളജി രംഗത്തെ ഏറ്റവും പുതിയ വാർത്തകളും ഏറ്റവും പുതിയ വിശേഷങ്ങളും ഏറ്റവും ആദ്യം നിങ്ങളുടെ മൊബൈലിലേക്ക് എത്താൻ നിങ്ങൾ ഇനിയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്ന് പറയുന്നൊരു ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ മനോഹരമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സ്റ്റേ സേഫ്. ബൈ.